ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സിറ്റി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന നോർമൽ ഇൻഗ്രീഡിയൻസുകൾ മാത്രം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ തൈര് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാനൊക്കെ എൻ്റെ കിച്ചണിൽ പിന്നെയും ഒന്ന് കരുതാണ്ടിരിക്കലുള്ളൂ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇല്ലാണ്ട് തീർന്നു പോകലുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നോർമൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാനില്ല. അത്രയും നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കഴിക്കാൻ. തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ 2 ലെഗ് പീസാണ്, അല്ലെങ്കിൽ ക്വാർട്ടർ ചിക്കനാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതായി കാണുന്ന പോലെ ഒന്ന് വരഞ്ഞെടുക്കുക. അതിൽ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊരു ബൗളെടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാലകൾ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഇത്ര തന്നെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര തന്നെ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് വലിയ ജീരകപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ യോഗേട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. യോഗേട്ടില്ലെങ്കിൽ തൈരായാലും മതിയിട്ട്, ഞാൻ യോഗേട്ടുള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം തീരെ ചേർക്കണം കേട്ടോ. ഇനി വെള്ളത്തിന് പുറകെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലോണം മസാല പോകണം കേട്ടോ. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂറിനെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 3/4 മണിക്കൂറിനെക്കാട്ടിലും മേലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ, ഏത് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എങ്കിലേ നമ്മളെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. ഇനി നമുക്കൊരു പാനിലോട്ട് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ 2 ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു ചെറിയ ചാർക്കോൾ കഷ്ണം എടുത്തിട്ട് നമ്മുടെ പാനിൻ്റെ അടിയിലോട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. വലിയ പീസ് എടുക്കരുത് കേട്ടോ. വലിയ പീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാനിൻ്റെ അടിയിൽ നല്ലോണം നിൽക്കാവില്ല. നമ്മുടെ പാൻ സ്റ്റൗമ്മേൽ നല്ലോണം നിൽക്കാണ്ടായി പോവും. ഇതിങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കന് ഒരു സ്മോക്കി സ്മെല്ല് വരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഈ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പിൽ കണലുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ മേലെ എണ്ണ ഒഴിച്ചെടുത്താലും മതി. ഇപ്പം ഇവിടെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചാർക്കോൾ എടുത്തിട്ട് അതൊന്ന് കനലാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ചിക്കന് നല്ലോണം ഓയിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആകെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുള്ളൂ, പക്ഷേ ഇത് നല്ലോണം ഓയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ചട്നീൻ്റെ കൂടെ ഈ വെന്ത സവാള കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട് ഈ സൈഡ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മറിച്ചിട്ട ഭാഗം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, ഒന്ന് മുരിഞ്ഞ് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ലോണം ഒന്ന് മുരിഞ്ഞ് ആ സൈഡൊക്കെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒരു കരിഞ്ഞ പോലെ വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇതേപോലെ തന്നെ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ തക്കാളി നമുക്ക് നന്നായിട്ട് വരും. ഇനി ഞാൻ ഈ ചാർക്കോളൊന്ന് ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എല്ലായിടത്തും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനി കരിഞ്ഞു പോവും.
അപ്പോൾ അത് 2 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇത് പെർഫെക്റ്റ് കുക്കായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, വേവാൻ ആവശ്യമൊന്നുമില്ല. ഞാനിത് അവിടുന്ന് ഫ്രൈ പാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാർക്കോൾ ഫുള്ളായിട്ട് കനലായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കനലാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം കനലായി വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അപ്പം തന്നെ അതൊന്ന് അടപ്പിനോട് അടച്ചു കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ നിൽക്കുക. 1 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് നല്ല സ്മോക്കി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗള് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 1/4 സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളി അതൊരു 3 കഷ്ണങ്ങളാക്കി എരിഞ്ഞിട്ടുണ്ട് അതും. പിന്നെ ഏകദേശം ഒരു 1/2 ബൗളിനടുത്തിട്ടും പുതിനയിലും ഒരു 3/4 ബൗളോളം മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം നല്ല ജീരകവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു തരിയൊന്നുമില്ല. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ യോഗട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചട്നിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഇതിൻ്റെ കൂടെ തന്നെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തക്കാളിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ലെമൺ പീസും കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട്. ഇത് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സും കൂടെ കളർഫുള്ളാവും. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും എനിക്കിത് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. കൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.